ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നാം ഒരു ജോലിക്കായി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉദ്യോഗദായകർ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, മുൻപരിചയം, കഴിവുകൾ, ബാഹ്യ സൗന്ദര്യം എന്നിവയൊക്കെ വിലയിരുത്തും. ഏറ്റവും യോഗ്യതയുള്ളവരെ അവർ തിരഞ്ഞെടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഇൻ്റർവ്യൂ തികച്ചും വ്യത്യസ്തമായ രീതിയാണ്. ദൈവം യോഗ്യരായവരെയല്ല വിളിക്കുന്നത്, മറിച്ച് താൻ വിളിക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുന്നു. അവിടുത്തെ വേലയ്ക്കായി ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നുവെന്നും നാം അയോഗ്യരാണെങ്കിൽ കൂടി അവിടുത്തെ കൃപയാൽ നമ്മെ യോഗ്യരാക്കുന്നുവെന്നും ഇന്നത്തെ തിരുവചന വായനകൾ നമ്മെ പഠിപ്പിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ മൂറോ എന്ന ഗ്രാമത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അതിയായ ആഗ്രഹമുള്ള ഒരു യുവാവ് കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ ചേരാൻ പോയി. പക്ഷേ ശാരീരികമായി വളരെ ദുർബലനായിരുന്ന അവനെ അവർ തിരിച്ചയച്ചു. അവൻ ഈ ജീവിതത്തിന് പറ്റിയവനല്ലെന്നും സന്യാസ ജീവിതത്തിലെ കഠിനമായ ജോലികൾ ചെയ്യുവാൻ അവന് സാധിക്കുകയില്ല എന്നുമായിരുന്നു അവരുടെ കണ്ടെത്തൽ. പിന്നീട് ഒരിക്കൽ ആ നാട്ടിൽ ധ്യാനത്തിനായി റിഡൻട്രിസ്റ്റ് വൈദികർ വന്നു. അവരോടൊപ്പം പോകുവാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും അവൻ്റെ അനാരോഗ്യം കണ്ട് വൈദികർ അവനെ വിലക്കി. എന്നാൽ ആ യുവാവിൻ്റെ ഉള്ളിൽ ദൈവവിളിയുടെ തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. വൈദികർ മടങ്ങിപ്പോകുന്ന ദിവസം അവൻ്റെ അമ്മ അവനെ മുറിയിൽ പൂട്ടിയിട്ടുമെങ്കിലും തൻ്റെ മുറിയുടെ ജനാലയിലൂടെ ഒരു പുതപ്പും ബെഡ്ഷീറ്റും കൂട്ടിക്കെട്ടി അവൻ താഴേക്കിറങ്ങി അവരുടെ പിന്നാലെ ഓടി. മുറിയിൽ അവൻ അമ്മയ്ക്കായി ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു: ഞാൻ ഒരു വിശുദ്ധനാകാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട. വൈദികർ എത്ര നിർബന്ധിച്ചിട്ടും അവൻ മടങ്ങിപ്പോയില്ല. ഒടുവിൽ സന്യാസാശ്രമത്തിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ പറഞ്ഞു, എന്നെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. വേറെ വഴിയില്ലാതെ ആശ്രമശ്രേഷ്ഠൻ അവനെ സ്വീകരിച്ചുകൊണ്ട് നോവിഷ്യറ്റിലേക്ക് ഇങ്ങനെ എഴുതി അവനെ അയച്ചു: യാതൊന്നിനും കൊള്ളാത്ത ഉപയോഗശൂന്യനായ ഒരുവനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. യാതൊന്നിനും കൊള്ളാത്തവനെന്ന മനുഷ്യർ വിധി എഴുതിയ ആ യുവാവിനെ ദൈവം തൻ്റെ സഭയിലെ വലിയൊരു വിശുദ്ധനായി ഉയർത്തി. മക്കളില്ലാത്ത ദമ്പതിമാരുടെയും ഗർഭിണികളുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മധ്യസ്ഥനായി ലോകമെമ്പാടും വണങ്ങപ്പെടുന്ന വിശുദ്ധ ജെറാർഡ് മജല്ലയായിരുന്നു ആ യുവാവ്. സെമിനാരിയിലെ അധ്യാപകർ വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവൻ വൈദികനാകാൻ തീരെ കൊള്ളാത്തവനാണ്, ഇവന് ബുദ്ധിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷനെന്ന് മുദ്രകുത്തപ്പെട്ട അതേ വ്യക്തിയെയാണ് ദൈവം ലോകമെമ്പാടുമുള്ള വൈദികരുടെ മധ്യസ്ഥനായി ഉയർത്തിയത്. 19ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ആഴ്സ് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ജനലക്ഷങ്ങൾ കുമ്പസാരിക്കുവാനും ആത്മീയോപദേശം തേടുവാനും ഒഴുകിയെത്തിയത് ഈ മനുഷ്യൻ്റെ അടുത്തേക്കായിരുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ലേവ്യരുടെ പുസ്തകത്തിൽ അഹ്റോനെയും പുത്രന്മാരെയും ദൈവം പുരോഹിതന്മാരായി അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരാൾ സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവം അവനെ തൻ്റെ കൃപയാൽ നിറയ്ക്കുന്നു എന്ന് ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ മനുഷ്യൻ്റെ അയോഗ്യതയുടെയും ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും ഉദാത്തമായ ഒരു ചിത്രമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും ദർശിക്കുന്ന പ്രവാചകനെ നാം കാണുന്നു. ദൈവസന്നദ്ധിയിൽ സ്വന്തം അയോഗ്യതയും പാപാവസ്ഥയും യെശയ്യാ തിരിച്ചറിയുന്നു. എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് എന്ന് അവൻ വിലപിക്കുന്നു. എന്നാൽ ദൈവം അവനെ ഉപേക്ഷിക്കുന്നില്ല. ബലിപീഠത്തിൽ നിന്നും എരിയുന്ന തീക്കനൽ കൊണ്ട് അവൻ്റെ അധരങ്ങളെ സ്പർശിച്ച് ദൈവദൂതൻ അവനെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷമാണ് ആരെയാണ് ഞാൻ അയക്കേണ്ടത് എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് ഇതാ ഞാൻ, എന്നെ അയക്കണമേ എന്ന് ധൈര്യപൂർവ്വം ഉത്തരം നൽകുവാൻ പ്രവാചകന് സാധിക്കുന്നത്. നമ്മുടെ അയോഗ്യതകളോ പാപങ്ങളോ ദൈവവിളിക്ക് ഒരു തടസ്സമല്ല. അനുതപിക്കുന്ന ഹൃദയത്തെ ദൈവം ശുദ്ധീകരിച്ച് തൻ്റെ മഹത്തായ ദൗത്യത്തിനായി ഉപയോഗിക്കും. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയം എന്ന പ്രമാണരേഖ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ക്രൈസ്തവരും പൂർണ്ണമായ ക്രൈസ്തവ ജീവിതത്തിലേക്കും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ പാപങ്ങളോ അയോഗ്യതകളോ ദൈവവിളിക്ക് ഒരു തടസ്സമല്ല. അനുതപിക്കുന്ന ഹൃദയത്തെ കൂദാശകളാകുന്ന തീക്കനൽ കൊണ്ട് സ്പർശിച്ച് സഭയിലൂടെ അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1422 കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്
പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണയാൽ പൂർണ്ണമായും നവീകരിക്കപ്പെടുകയും സഭയുമായി രമ്യതപ്പെടുകയും ചെയ്യുന്നുവെന്നാണ്. അൾത്താരയിലെ കൂദാശകൾ നമ്മുടെ കുറവുകളെ നീക്കുന്ന തീക്കനലുകളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്നത്തെ വായനകളുടെ കേന്ദ്ര ആശയം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. ശ്ലീഹ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ജ്ഞാനികളായവരോ ശക്തരായവരോ ഉന്നതകുല ജാതരോ അല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. മനുഷ്യൻ തൻ്റെ സ്വന്തം കഴിവുകളിൽ അഹങ്കരിക്കാതിരിക്കുവാൻ ദൈവം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെയും ബലഹീനരായവരെയും തിരഞ്ഞെടുത്തു. നമ്മുടെ കഴിവുകളോ ബുദ്ധിയോ സമ്പത്തോ അല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയബോധമാണ് അവിടുത്തെ ശുശ്രൂഷയ്ക്കായി നമ്മെ യോഗ്യരാക്കുന്നത്. ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ വിനയമുള്ളവരാക്കുവാൻ സഹായിക്കും. വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുമായിരുന്നു, ദൈവത്തിൻ്റെ കൈകളിലെ ഒരു ചെറിയ പെൻസിൽ മാത്രമാണ് ഞാൻ. ലോകത്തിന് ഒരു പ്രേമലേഖനം എഴുതുന്നത് ദൈവമാണ്. ആ പെൻസിൽ എത്ര ചെറുതാണെന്നോ അതിന് എത്രമാത്രം തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉള്ളത് പ്രശ്നമല്ല. എഴുതുന്ന കരങ്ങൾക്കാണ് മഹത്വം. അതെ, നാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. നമ്മുടെ ബലഹീനതകളിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. വിശുദ്ധ ബർണദീത്തയുടെ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു അനുഭവം ഇവിടെ വളരെ പ്രസക്തമാണ്. ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നിരക്ഷരയായ ആ കൊച്ചു പെൺകുട്ടിക്കായിരുന്നു. പിന്നീട് ചിലർ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നിനക്ക് തന്നെ പ്രത്യക്ഷപ്പെട്ടത്? അവളുടെ മറുപടി ഇതായിരുന്നു, കാരണം ഞാനായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വിവരമില്ലാത്തവൾ. എന്നേക്കാൾ വിവരമില്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മ അവളെ തിരഞ്ഞെടുത്തേനെ. ഇതാണ് ദൈവത്തിൻ്റെ യുക്തി. നമ്മുടെ കുറവുകളോ പാപങ്ങളോ വിദ്യാഭ്യാസമില്ലായ്മയോ അല്ല അവിടുന്ന് നോക്കുന്നത്. അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുവാൻ തയ്യാറുള്ള ഒരു ഹൃദയമുണ്ടോ എന്ന് മാത്രമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അന്ധർക്കും ഊമർക്കും സൗഖ്യം നൽകുന്നതിലൂടെ തൻ്റെ കരുണ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഏറ്റവും ഹൃദയസ്പർശിയായ വരികൾ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ്. വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞവരും ചിതറിക്കപ്പെട്ടവരുമായിരുന്നു. അവിടുന്ന് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാർ ചുരുക്കമാണ്. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളുണ്ട്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും നാം ഒരുപാട് വളർന്നു. സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ മനുഷ്യൻ ഇത്രയധികം ഏകാന്തതയും വിഷാദവും അനുഭവിച്ച മറ്റൊരു കാലഘട്ടമില്ല. സ്നേഹവും സമാധാനവും ഇല്ലാതെ അനേകർ അന്ധകാരത്തിൽ വലയുന്നുണ്ട്. ആയിരക്കണക്കിന് ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുവാൻ ആരുമില്ലാതെ വലയുന്ന ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ട അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ നോക്കി ഈശോയുടെ ഹൃദയം ഇന്നും അലിയുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും അവിടുത്തെ സമാധാനത്തിനും വേണ്ടി ലോകം ഇന്നും ദാഹിക്കുന്നു. ആ ദാഹം ശമിപ്പിക്കുവാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ കൈകളും കാലുകളുമായി മാറണം. വിശുദ്ധ ജെറാർഡ് മജല്ല തൻ്റെ ആശ്രമത്തിൻ്റെ വാതിൽക്കൽ വരുന്ന പാവപ്പെട്ടവരോടും രോഗികളോടും പറഞ്ഞിരുന്നത്, ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം ഇവാഞ്ചലി ഗൗദ്യം എന്ന പ്രബോധന രേഖയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അടച്ചു പൂട്ടപ്പെട്ടതിൻ്റെയും സ്വന്തം സുരക്ഷിതത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിൻ്റെയും ഫലമായി രോഗഗ്രസ്തമായ ഒരു സഭയേക്കാൾ എനിക്ക് താല്പര്യം തെരുവിലിറങ്ങി മുറിവേറ്റതും അഴുക്കുപുരണ്ടതുമായ സഭയോടാണ്. അതേ പ്രബോധന രേഖയിൽ മറ്റൊരിടത്തായി മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു, നാം ഓരോരുത്തരും മിഷണറി ഡിസൈപ്പിൾസാണ്, മിഷണറി ശിഷ്യന്മാരാണ്. സുവിശേഷത്തിൻ്റെ വേലക്കാരാകുവാൻ നാം പ്രത്യേക പരിശീലനം കാത്തിരിക്കേണ്ടതില്ല. ദൈവസ്നേഹം അനുഭവിച്ച ആർക്കും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ദൈവം പുരോഗതി ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ മാമോദീസയിലൂടെ നാം ഓരോരുത്തരും ഈ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ഈശോ നമ്മോട് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാർ ചുരുക്കമാണ്. ഈ വേലക്കാർ ആരാണ്?
അത് വൈദികരും സന്യസ്തരും മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്നവരും ഉൾപ്പെടുന്നതാണ്. നമ്മുടെ കുടുംബത്തിലും ഇടവകയിലും ജോലി സ്ഥലത്തും സമൂഹ മാധ്യമങ്ങളിലും ഈശോയുടെ സ്നേഹം പകർന്നു നൽകുവാൻ വിളിക്കപ്പെട്ട വേലക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്നവരോടും ഒറ്റപ്പെട്ടവരോടും സഹാനുഭൂതി കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് പ്രകാശമായും ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുറവുകളെയോ ബലഹീനതകളെയോ ഓർത്ത് നിരാശപ്പെടാതിരിക്കാം. പൗലോസ്ലീഹ പറയുന്നത് പോലെ ബലഹീനരെ ശക്തീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ അധരങ്ങളെ സ്പർശിച്ച അതേ തീക്കനലാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം നാവിലേക്ക് സ്വീകരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യം നമ്മയും ശുദ്ധീകരിക്കട്ടെ. ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, എൻ്റെ കുറവുകളെ, എൻ്റെ അയോഗ്യതകളെ അങ്ങ് പരിഹരിക്കണമേ, മാറ്റണമേ. യെശയ്യാ പ്രവാചകനെ പോലെ നമുക്കും ധൈര്യപൂർവ്വം പറയാം, അങ്ങയുടെ സ്നേഹവും കരുണയും ഈ ലോകത്തെ അറിയിക്കുവാൻ ഇതാ ഞാൻ, എന്നെ അയക്കണമേ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.